വെക്കണമല്ലോ എനിക്ക്. അതായത് നസീർ ഒരു 10 വർഷം കിടന്നു. എനിക്ക് ശിക്ഷ വിധിച്ചത് 2 വർഷമാണ്, 10 വർഷം കിടന്നു. അതെങ്ങനെ 10 വർഷമായത്? 10 വർഷം ആയതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ല നിങ്ങളടുത്ത്, നിരന്തരമായിട്ട് ഞാൻ ഈ 2 വർഷം ശിക്ഷ എനിക്ക് വിധിച്ചു. അതായത് കുറ്റം മറച്ചു വെച്ച് കേസ് എടുക്കാൻ തന്നെ സമയമെടുത്തു അല്ലേ? കേസ് എടുക്കാൻ 1 വർഷം പിടിക്കും. അതായത് കോടതിയിൽ കേസ് വരാൻ 1 വർഷം പിടിച്ചു. ഈ 1 വർഷം പിടിച്ചു. 1 വർഷം ജയിലിൽ കിടന്നു. 1 വർഷം ജയിലിൽ കിടന്നു. മാത്രമല്ല അതിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പിന്നെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി ജയിലിൽ. അത് ഉള്ളത് എനിക്ക് പറയാനല്ലോ, പങ്കുവെക്കണമല്ലോ എനിക്ക്. അതായത് ഷക്കീബ് എന്ന് പറഞ്ഞ ഒരു പ്രസ് റിപ്പോർട്ടർ ഉണ്ടായിരുന്നു അവിടുത്തെ മലയാളം ന്യൂസിലത്തെ. പിന്നെ നജീബ് എന്ന് പറഞ്ഞിട്ട് ഒരു മാധ്യമം റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഞങ്ങളെ ജയിലിൽ ഒരാളെ സന്ദർശിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനീൻ്റെ ആളെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹിന്ദിയിൽ. അപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കും എന്നോട് അവർ ചോദിച്ച് ഇന്ത്യൻ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കേസിന് വന്നതാണ്, നിങ്ങളത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കുടുങ്ങിയിട്ട് 2-3 മാസമായി, പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, അങ്ങനെ അവരടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, വിസിറ്റേഴ്സ് അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ നജീബ്ക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മൂപ്പരൊരു നമ്പർ എനിക്ക് എഴുതി തുണ്ട് കള്ളാസിൽ എഴുതിയിട്ട് എനിക്ക് ഇട്ട് തന്നു. അത് ഞാൻ പിക്ക് ചെയ്ത് പിന്നെ ഞാൻ അവരെടുത്ത് ഞങ്ങളെ വർക്കിംഗ് അവേഴ്സിൽ സംസാരിക്കാൻ പറ്റുന്ന ടൈമിൽ ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ, സ്റ്റോറി, റഹീമിൻ്റെ കാര്യങ്ങൾ, എൻ്റെ നിരപരാധിത്വം എല്ലാം പങ്കുവെച്ചു. അങ്ങനെയാണ് ഈ ഷക്കീബ്ക്കും നജീബ്ക്കും ഈ മീഡിയയിൽ കൊണ്ടുവരുന്നത്. ആഫ്റ്റർ 3 months. അതുവരെ ഒരു കുട്ടി അറിയില്ല. ആഫ്റ്റർ 3 months ആണ് ഈ മീഡിയയിൽ വരുന്നത് തന്നെ. ഈ മീഡിയയിൽ വന്നതിന് ശേഷം